ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ ട്രെയിനിങ്ങുകളെ കുറിച്ചാണ്. എങ്ങനെ നിങ്ങൾക്ക് എൻ്റെ ട്രെയിനിങ്സ് കിട്ടും, എന്താണ് അതിൻ്റെ ചാർജസ്. ഫ്രീ ട്രെയിനിങ് മുതൽ 1 ലാഖിൻ്റെ വരെയുള്ള ട്രെയിനിങ് പാക്കേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ ഉള്ള എൻ്റെ വീഡിയോസ് എല്ലാം ഫ്രീ ആണ്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ മെസ്സേജുകളെല്ലാം ഫ്രീ ആണ്. പിന്നെ നിങ്ങൾ ഞാനുമായിട്ട് കണക്ട് ചെയ്ത് നേരിട്ടുള്ള എൻ്റെ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അവിടെ ഫീസ് വരുന്നത്. പിന്നെ വീഡിയോസ് ഉണ്ട്, ട്രെയിനിങ് വീഡിയോസ് അയച്ചു കൊടുക്കും, അതിന് ഫീസുണ്ട്. പിന്നെ അവിടെ ട്രെയിനിങ്ങുകൾ പലതരം ട്രെയിനിങ്ങുകളുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഫ്രീ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാൾ എൻ്റെ ട്രെയിനിങ് നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് വേണ്ടി അത് ഉപകരിക്കും ഈ ഫ്രീ വീഡിയോസ്. അവർക്കത് കണ്ടു തുടങ്ങാം. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ട്രെയിനിങ് നേരിട്ട് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഓൺലൈനായിട്ടുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. പിന്നെ എന്തിനാണ് ഈ ട്രെയിനിങ്? നിങ്ങൾക്ക് ട്രെയിനിങ് ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ഇപ്പോൾ എൻ്റെ ട്രെയിനിങ് അല്ലെങ്കിൽ മറ്റ് ട്രെയിനിങ് ആരാണോ അവരുടെ ട്രെയിനിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ആരുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ ട്രെയിനിങ് ഒരു മസ്റ്റാണ്. അത് ഞാൻ ഒന്നുകൂടെ എക്സാമ്പിളോടെ പറഞ്ഞുതരാം, അപ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ കുട്ടിക്കാലം തൊട്ടേ ക്രിക്കറ്റ് കളിക്കുന്നതാണ്, ഫുട്ബോൾ കളിക്കുന്നതാണ്, ക്രിക്കറ്റ് കളിക്കുന്നതാണ്. അപ്പോൾ എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒരു കോച്ചിങ് കിട്ടിയിട്ടില്ല. വീട്ടിൽ ഞാൻ കളിക്കാൻ പോകുന്നത് ഫാദറിന് ഇഷ്ടമല്ല, മദറിനും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പം അവരെ സംബന്ധിച്ചോളം ഇതുകൊണ്ടൊരു പ്രയോജനം ഇല്ല എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത് ബാറ്റൊക്കെ പുറകിൽ കൂടെ എടുത്തോണ്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ടിൽ കൂടെ ഫാദർ ഉണ്ടെങ്കിൽ പപ്പ ഉണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം പുറകെ കൂടി പോയിട്ട് ഒന്നെങ്കിൽ വേറെ ഏതെങ്കിലും വശത്ത് കൊണ്ട് ബാറ്റ് വെച്ചിട്ട് പിന്നെ വന്ന് എടുക്കും. പിന്നെ ഞാൻ മുന്നിൽ കൂടെ ചെല്ലാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയാണ് ഇത് കളിക്കാൻ പോകുന്നത്. അപ്പോൾ കളിക്കാൻ പോകുന്ന വീട്ടിൽ അറിയും, പ്രശ്നം ഉണ്ടാവും, എങ്കിലും പോകും. അപ്പോൾ ഒരു കോച്ചിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ നെഹ്റു സ്റ്റേഡിയത്തിലൊക്കെ, കോട്ടയത്ത് നെഹ്റു സ്റ്റേഡിയത്തിൽ കളിക്കാൻ പോകുമ്പോൾ കോച്ചിനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നറിയാം, പക്ഷെ അവിടെ അടുത്ത് ചെല്ലാനോ നമ്മളെ അവിടെ ആരെങ്കിലും കൊണ്ട് ഇങ്ങനെ ഒരു ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞ് അവിടെ പരിചയപ്പെടുത്തി കൊടുക്കാനോ ഒന്നും ആരുമില്ല. അതിനെക്കുറിച്ച് അറിയാനും ഇല്ല. അപ്പോൾ കളിക്കും, മറ്റുള്ളവർ കളിക്കുന്നത് കണ്ടു, TV കണ്ടു പഠിച്ചാണ് കളിക്കുന്നത്. അതുപോലെ ഫുട്ബോൾ ആണെങ്കിലും കളിക്കും. പിന്നീട് മുന്നോട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഇങ്ങനൊരു കോച്ചിങ് കിട്ടാത്തതിൻ്റെ എനിക്ക് കുഴപ്പങ്ങളുണ്ടെന്നും എനിക്കൊരു കോച്ച് വേണമെന്ന് തോന്നി തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ടേബിൾ ടെന്നീസ് കളിക്കാൻ പോയി. അപ്പം ടേബിൾ ടെന്നീസ് കളിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് കോച്ച് വേണം എന്ന അറിവുള്ള സമയത്താണ്. അപ്പം ഞാൻ ഒരു കോച്ചിനെ കണ്ടു, കോച്ചിങ് തുടങ്ങി. അന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഇതിനൊരു നമുക്ക് കളിക്കുമ്പോൾ ഒരു പ്രത്യേക ആക്ഷൻ നമ്മൾ ഓരോ കളിക്കും എല്ലാത്തിനും ഉള്ളതാണിത്. ഇത് ആക്ഷൻ നമ്മൾ അതിൽ കറക്റ്റ് ആക്കിയാലേ ഉള്ളൂ നമുക്ക് ശരിയാകത്തുള്ളൂ. അപ്പോൾ ടേബിൾ ടെന്നീസിൻ്റെ കോച്ച് പറഞ്ഞതനുസരിച്ച് ആക്ഷൻ ശരിയാക്കാനായിട്ട് സമയമെടുക്കും. അപ്പം നേരിട്ട് ഗെയിമിലൂടെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കോച്ച് പറഞ്ഞിട്ടും. കാരണം വെച്ചാൽ എൻ്റെ വിചാരം ചെന്നാൽ പറഞ്ഞാൽ കളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. മറ്റു കളികളൊക്കെ ഞാൻ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുമാണ് ഞാൻ. ഇതൊക്കെ കോച്ച് അംഗീകരിച്ചു, ശരി, സമ്മതിച്ചു. പക്ഷേ ആക്ഷൻ കറക്റ്റാക്കണം. അത് മനസ്സിലാക്കി തരുന്നത് കോച്ചാണ്. അപ്പം ഞാൻ എൻ്റെ ആക്ഷനിൽ അങ്ങ് നമ്മൾ സാധാരണ കളിക്കുക. അപ്പോൾ അത് പറ്റുന്ന ആദ്യമൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ കോച്ചനോട് പറഞ്ഞു, ഇങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ബോൾ പറക്കാൻ നേരം കാണുള്ളൂ. ശരി, നമുക്ക് കളിക്കാം, ഗെയിം കളിക്കുക കോച്ചുമായിട്ട്. കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് ആയിട്ടുള്ളൂ. അപ്പോൾ കോച്ചെന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടി പുള്ളി യഥാർത്ഥത്തിലുള്ള ഷോട്ട് കളിച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങോട്ട് തട്ടിക്കൊടുക്കുന്നു, ബോൾ അടിച്ച് പോകുന്നു. അപ്പോൾ ഞാൻ പിന്നെ പറക്കാൻ പോകും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ആക്ഷൻ ശരിയാക്കിയാലേ ഉള്ളൂ ഈ കളി എനിക്ക് ആക്ഷൻ കളി ശരിയാക്കി പ്രാക്ടീസ് ചെയ്തെടുത്ത് ശേഷമേ ഉള്ളൂ ഇങ്ങനെ പോലുള്ള ആളോട് കളിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരുന്ന ഗെയിമുണ്ട്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിൻ്റൺ, ഇതെല്ലാം കിടക്കുക. ഇതിനകത്തൊന്നും ആക്ഷൻ അറിയാൻ വരാതെ കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പോയി ബാസ്കറ്റ്ബോളിന് ആക്ഷൻ പഠിച്ചു. അപ്പം എൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. എനിക്ക് ഒരിക്കലും ഒരു
പ്രൊഫഷണൽ പ്ലെയറായിട്ട് ഒരിക്കലും കളിക്കാൻ പറ്റത്തില്ല ആക്ഷൻ കറക്റ്റ് അല്ലെങ്കിൽ. അപ്പം നമുക്ക് അതൊരു തിരിച്ചറിവായിരുന്നു. ഇത് ആദ്യമേ എനിക്ക് ഗുരു വേണമെന്ന് മനസ്സിലായി. ഇത്രയും നാൾ ഗുരുവില്ലാതെ നമ്മൾ തന്നെ കളിച്ചു തുടങ്ങി. പിന്നെ അത് മനസ്സിലായി. അതിനുശേഷം ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നത്. ഇപ്പം ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, അവിടെ എനിക്ക് ട്രെയിനറുണ്ട്. ട്രെയിനറോട് ചോദിച്ച് മനസ്സിലാക്കി ആണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു ഒരു ഒരു കോച്ചില്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അത് നിങ്ങൾക്ക് പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റത്തില്ല. അത് ബിസിനസ് ആയിക്കോട്ടെ, മനഃശക്തി ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും, ഒരു ഫിസിക്കൽ എക്സസൈസ് ആയിക്കോട്ടെ, ഒരു ഗെയിം ആയിക്കോട്ടെ, ഒരു സ്പോർട്സ് ആയിക്കോട്ടെ, എനിവേ എന്തായാലും കോച്ച് വേണം. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആരാണ് നിങ്ങളുടെ കോച്ച് എന്നുള്ളത്. നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. കോച്ചിന് നിങ്ങളെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് കോച്ചിനെ തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കോച്ചിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് ചെയ്യേണ്ടത് ആരുടെ കോച്ചിങ് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്, ആരാണ് നിങ്ങളുടെ കോച്ച്, നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. കോച്ചിന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല, നിങ്ങൾ കോച്ചിൻ്റെ അടുത്തേക്കാണ് ചെല്ലേണ്ടത്. ഈ ഒരു ഉദാഹരണത്തോട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഒരു കോച്ചിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലേണിംഗ് ആണ്. ഞാൻ പലതരം കോഴ്സുകൾ, ഞാൻ മെഡിറ്റേഷനായിട്ടും സ്പിരിച്വാലിറ്റി ആയിട്ടും ഞാൻ പഠിച്ചായിരുന്നു, യൂണിവേഴ്സിറ്റി കോഴ്സുകൾ പഠിച്ചായിരുന്നു. അതെല്ലാം ഞാൻ ആ ചെറുപ്പത്തിലല്ല പഠിച്ചത്, പിന്നീടാണ് ഞാൻ ഒരു 35 വയസ്സ് കഴിഞ്ഞാണ് ഞാൻ അതെല്ലാം പഠിക്കുന്നത്. കാരണം അപ്പോഴാണ് എനിക്കിത് മനസ്സിലാകുന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായ ശേഷമാണ് ഞാൻ ആ സമയത്ത് പോയി പഠിക്കുന്നത്. ചെറുപ്പകാലത്ത് എനിക്ക് അങ്ങനെയൊന്നും അറിയാനും മേലായിരുന്നു. ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ലേണിംഗ് ആണ്, കാര്യം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, അത് മരണം വരെ പഠിക്കുക. അതെനിക്ക് അതിന് ശേഷമാണ് മനസ്സിലാകുന്നത്. ഇപ്പം ഞാൻ എന്ത് കാര്യത്തിന് പോയാലും ഞാനൊരു കോച്ചിൻ്റെ അഭിപ്രായം ചോദിക്കുകയും ആ കോച്ചിൻ്റെ കീഴിൽ ഞാനിപ്പോൾ ചെയ്യത്തുള്ളൂ. കാര്യം എൻ്റെ ജീവിതത്തിൽ വന്ന സംഭവിച്ച അത് അറിയാൻ മേലാതെ പോയ മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ട്. ചെറുപ്പത്തിൽ നമ്മൾക്ക് ഇത് മനസ്സിലാകുന്നില്ല, ഇപ്പോൾ അത് മനസ്സിലായി. ഇപ്പോൾ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ അതിനൊരു കോച്ച് നിങ്ങൾക്ക് മസ്റ്റായിട്ട് വേണം. പഴയ കാലത്ത് പോലെ അല്ല ഇന്ന്. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ട്രഡീഷണൽ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ ചെയ്തെന്ന് പോവുക. അത് അവരുടെ ഫാദറിന് അറിയാം അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിന് അറിയാം, ആ ബിസിനസ് അങ്ങ് പോകും. ഇന്നതല്ല, ഇന്ന് പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും ലോകത്ത്. അപ്പം ഇന്നത്തെ ടെക്നോളജിയും കാര്യങ്ങളും പെട്ടെന്ന് മാറുക ഉടനെ. അപ്പം നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഫാദറിനോടോ ഗ്രാൻഡ് ഫാദറിനോട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. മാറ്റം പെട്ടെന്ന് നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു കോച്ച് വേണം. അപ്പം സെൻട്രൽ കോച്ച് ആയിരിക്കണം. ബാക്കി കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സാധാരണ നമ്മൾ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാശ് കിട്ടി, നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് മേടിച്ച് വെച്ചു, നമ്മൾ സെല്ല് ചെയ്തു, ഇങ്ങനെയൊക്കെ അങ്ങ് പോകാം. പക്ഷേ ഇതിന് സിസ്റ്റം ഇല്ല, അല്ലെങ്കിൽ എങ്ങനെ ആളെ മാനേജ് ചെയ്യണം, ഇങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇതെല്ലാം പഠിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു കോച്ച് മസ്റ്റായിട്ട് വേണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാജയം സംഭവിക്കും. എനിക്ക് ഈ സ്പോർട്സിൽ സംഭവിച്ച പോലെ എപ്പോഴും ഒരു ആവറേജ് പ്ലെയർ ആകാനേ പറ്റുള്ളൂ. കാരണം കൂടെ കളിക്കുന്നവരൊക്കെ കോച്ചിങ് കിട്ടിയവരാണെങ്കിൽ അവർക്ക് തന്നെ ടെക്നിക്കും കാര്യം അറിയാം, അവർക്ക് തന്നെ ആക്ഷൻ കറക്റ്റായിരിക്കും. അവർ കളിക്കുന്ന പോലെ എനിക്കൊരിക്കലും കളിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാനത് മനസ്സിലാക്കി ഒരു കോച്ചിൽ നിന്ന് പലതിനും പല കോച്ചുമാരാണല്ലോ. അപ്പോൾ അവരിൽ നിന്നെല്ലാം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കളി ഇമ്പ്രൂവ് ആയി. അതാണ് നിങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മെൻറ്റർ, കോച്ച് ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി അവരോട് സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്ത് അവരിൽ നിന്ന് ടെക്നിക്ക് മനസ്സിലാക്കി വേണം എല്ലാം ഇനി ചെയ്യാനായിട്ട്. സ്വന്തം ഇതനുസരിച്ച് ചെയ്യുന്നത് നമ്മളുടെ അറിവില്ലായ്മയാണ്. അതുകൊണ്ട് നമുക്കൊരു ബിലോ ആവറേജേ ആവുകയുള്ളൂ. ഇപ്പോഴും എബോ ആവറേജ് പോകാൻ പറ്റത്തില്ല. ഈ ഒരു കാര്യങ്ങൾ പലർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിനു വേണ്ടി തന്നെ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബൈ ഫോർ നൗ.